ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ മിനി വ്ലോഗ് ഇൻ ഫുക്കറ്റ്. സോ സെക്കൻഡ് ഡേ ആണിത്. ഫസ്റ്റ് ഡേയുടെ വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം യാത്രയൊക്കെ ചെയ്ത് വന്നതുകൊണ്ട് രണ്ടാളുടെ ഫോണിൽ ചാർജും തീർന്നു പോയി. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഡേ രാവിലെ എണീറ്റിട്ട് തന്നെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ലൈറ്റായിട്ടാണ് കഴിച്ചത്, കാരണം ഇനി വേണം നമുക്ക് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഇന്നലെ ഞങ്ങൾ പോയി വർക്കൗട്ട് ചെയ്തത് ഹോട്ടലിൽ തന്നെ ഉള്ള ജിമ്മിലാണ്. ഭയങ്കര മോശമായ ഒരു ജിമ്മായിരുന്നു. ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ രണ്ടാളും തീരുമാനിച്ചു നല്ലൊരു ജിമ്മ് കണ്ടെത്തി അവിടെ അഡ്മിഷൻ എടുക്കണം എന്ന്. ഫോർ ദ റെസ്റ്റ് 3 days ഞങ്ങൾ ഇനി ഒരു 3 ദിവസവും കൂടെ ഫുക്കറ്റിൽ കാണും. സോ 3 ദിവസത്തേക്ക് വേണ്ടി രണ്ടാൾക്കും കൂടെ ആയത് 6000 റുപ്പീസാണ് ഇന്ത്യൻ മണിയിൽ. അടിപൊളി ജിമ്മാണ് കേട്ടോ. 6000 റുപ്പീസിന് ഒരു കുറവും ഇല്ലാത്തൊരു ജിമ്മാണ്. മുകളിലത്തെ ഫ്ലോർ ഫുള്ളി ഫോർ കാർഡിയോ ആണ്. സ്റ്റെപ്പ് മിൽ, ട്രെഡ്മിൽ, കർവ് മിൽ, സ്പിൻ ബൈക്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് നമ്പേഴ്സിൽ അവൈലബിൾ ആണ്. താഴത്തെ ഫ്ലോർ ഫുള്ളി ഫോർ വെയ്റ്റ് ട്രെയിനിങ് ആണ്. എല്ലാ മെഷീൻസും അവൈലബിൾ ആയിരുന്നു. സോ 6000 കൊടുക്കുന്നതിൽ ഒരു കുറവുമില്ല. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ജിമ്മിൽ പോകുന്ന ഒരു എക്സ്പീരിയൻസ് കേട്ടോ. ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സോ അങ്ങനെ ഞാനും ചേട്ടനും വർക്കൗട്ടൊക്കെ ചെയ്തു, സ്ട്രെങ്ത് ട്രെയിനിങ്ങും ചെയ്തായിരുന്നു, അതേപോലെ കാർഡിയോ ഒക്കെ ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ ഫുക്കറ്റിൽ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. നമുക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ക്ലൈമറ്റാണ് ഈ മഴ സമയത്ത് ബീച്ച് കാണുന്നത്. സോ ജിമ്മിൽ നിന്ന് ഇറങ്ങി ഞാനും ചേട്ടൻ നേരെ പോയത് അടുത്തുള്ള 7-Eleven അവിടെ ചെന്നിട്ട് വീണ്ടും 2 ചീസ് ബീഫ് ബർഗറും കഴിച്ചു. പിന്നെ കുറച്ച് 0 ഷുഗറിൻ്റെ പെപ്സിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും വീണ്ടും റൂമിലോട്ട് പോയി. റൂമിലോട്ട് പോകുന്ന വഴിക്കാണ് ബംഗ്ലാ റോഡ് ഉള്ളത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് രാവിലെ സമയത്തൊക്കെ ബംഗ്ലാ റോഡ് കാണുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഫുൾ നൈറ്റ് ടൈം മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നുള്ളൂ. സോ ഇതെൻ്റെ അവിടുത്തെ ഫേവറേറ്റ് ഐസ്ക്രീമാണ്. അവരുടെ ഹേസൽനട്ട് ഫ്ലേവർ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഐസ്ക്രീമാണ്. സോ അതൊക്കെ വാങ്ങിച്ചു, കഴിച്ചു. ഞാനും ചേട്ടൻ റൂമിൽ പോയി ഫ്രഷപ്പായി വീണ്ടും റെഡി ആയിട്ട് അടുത്തത് കറങ്ങാനായിട്ട് ഇറങ്ങി. ഇന്ന് ഫുൾ ഞങ്ങൾ വിചാരിച്ചത് പത്തോങ് ബീച്ച് സൈഡ് തന്നെ നിൽക്കാം, കുറച്ച് കഫേയിലൊക്കെ പോയി റിലാക്സ് ചെയ്തൊക്കെ നിൽക്കാം എന്നാണ് വിചാരിച്ചത്. സോ ഞാനും ചേട്ടനും കണ്ടെത്തിയ ഒരു ബീച്ച് സൈഡ് കഫേയിലോട്ടാണ് കയറിയത്. അവിടെ കയറി ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചു, 2-3 ജ്യൂസൊക്കെ കുടിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞാനും ചേട്ടനും നടന്നപ്പോൾ ഈ റൊട്ടി ലേഡി ചേച്ചിയെ കണ്ടു. സോ ഒരു ബനാന ന്യൂട്ടെല്ല റൊട്ടിയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തത്. ഇതിന് 100 ബാട്ടാണ് ആയത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ ബനാന ആൻഡ് ന്യൂട്ടെല്ല കോമ്പിനേഷൻ. നമുക്ക് രണ്ടാൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും തേരാ പാരാന്ന് നടന്നു തുടങ്ങി. കഴിഞ്ഞ തവണ വന്നപ്പോഴേ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എന്തായാലും ഇത്തവണ മസാജ് എടുക്കണമെന്ന്. സോ അങ്ങനെ ഒരു ഫുഡ് മസാജ് മാത്രം എടുത്തിട്ട് ഞാനും ചേട്ടനും ചുമ്മാ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടോട്ടാണ് പോണതെന്ന് പോലും അറിയാതെ നടന്നു. അങ്ങനെ പോണ വഴിക്ക് ഒരുപാട് മാർക്കറ്റൊക്കെ കണ്ടു. ഈ മാലിൻ പ്ലാസ എന്ന് പറയുന്നത് ഫുക്കറ്റ് പത്തോങ്ങിൽ നിന്ന് കുറച്ച് ദൂരമാണ് കേട്ടോ. ഞങ്ങൾ നടന്ന് വന്നപ്പോൾ ദൂരമേ അറിഞ്ഞില്ല. അത്രയ്ക്ക് സൂപ്പർ കൺട്രിയാണ് തായ്ലൻഡ്. നിങ്ങൾ അറിയ പോലും ഇല്ല എത്ര ദൂരമാണ് നിങ്ങൾ നടക്കുന്നതെന്ന്. സോ അവിടെ വന്ന് ലോക്കൽ ഫുഡൊക്കെ കുറേ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കണ്ടു. കുറേ ഡ്രസ്സ് കടയൊക്കെ കണ്ടു. ചുമ്മാ അങ്ങനെ തിരാപാരാന്ന് നടന്നു. അങ്ങനെ മാലിൻ പ്ലാസ ഫുൾ കണ്ടിട്ട് ഞങ്ങൾ അടുത്ത പോയ മാർക്കറ്റാണ് ബെൻസാൻ ഫ്രഷ് മാർക്കറ്റ്, അങ്ങനെ എന്തോ ആയിരുന്നു പേര് കേട്ടോ. സോ അവിടെ എത്തിയപ്പോൾ നമുക്ക് വേണ്ട ഫിഷ് നമുക്ക് ലൈവായിട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ജീവനുള്ള ഫിഷിനെ പിടിച്ച് നമുക്ക് വേണ്ട രീതിയിൽ കുക്ക് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. വലിയ മീൻ തൊട്ട് ചെറിയ മീൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ലൈവായിട്ടുള്ള ഫിഷിന് എന്തോ അറിഞ്ഞുകൂടാ, കഴിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കണ്ടില്ലേ, വലിയ വലിയ ലോബ്സ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് പിടിച്ച് കുക്ക് ചെയ്തൊക്കെ തരും.
പക്ഷേ എനിക്കും ചേട്ടനും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ബംഗ്ലാ റോഡിലോട്ടാണ് പോയത്. അവിടെ ചെന്ന് കുറേ നേരം ബംഗ്ലാ റോഡിൽ ഒരു 3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണും, വെറുതെ ടൈം കളയാനായിട്ട്. ഭയങ്കര രസമാണ് കേട്ടോ അവിടെ കൂടെ നടക്കാനായിട്ട്. എന്താ എന്നൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത്, പക്ഷെ ഭയങ്കരമായ ഒരു ഫീലാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ അന്നത്തെ ദിവസം ഇതേപോലെ കുറേ ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഞങ്ങൾ അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ ഡേ 2 ഇൻ ഫുക്കറ്റ്. സോ നെക്സ്റ്റ് വ്ലോഗ് വരുന്നത് വരെ ബൈ ബൈ.